ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√ഓഫ് മോഡ് എക്സ് മൈനസ് എക്സ് ഈസ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് നമ്മൾ സ്വീകരിക്കുന്ന വാല്യൂസിനെയാണ് ഡൊമൈൻ എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ എക്സിന് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് മൈനസ് എക്സ് ആണ്. ഇത് റൂട്ടിന്റെ ഉള്ളിലായ കാരണം ഏതേ പറ്റുള്ളൂ, നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ഡിവൈഡഡ് ബൈ ആയ കാരണം സീറോ വാല്യൂ പറ്റില്ല. അപ്പൊ നമുക്ക് ആകെ പറ്റാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് മോഡ് എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ള വാല്യൂസ് ആണ് അല്ലേ. അപ്പൊ ഈ മോഡ് എക്സിന് ഏത് വാല്യൂസ് എല്ലാം കൊടുക്കാം? മൈനസ് എക്സ് എന്ന് കൊടുക്കാം, പ്ലസ് എക്സ് എന്നും കൊടുക്കാം അല്ലേ. അപ്പൊ മൈനസ് എക്സ് കൊടുക്കുമ്പോ എന്താവും? മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ, അതായത് -2x ഗ്രേറ്റർ ദാൻ സീറോ അല്ലേ. അപ്പൊ എന്താണ് എക്സ് വാല്യൂസ് വരിക? അതായത് മൈനസ് വരണമെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആവണം, എങ്കിലേ ഇത് പോസിറ്റീവ് ആവുള്ളൂ അല്ലെ. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയാൽ മാത്രമേ ഇത് പോസിറ്റീവ് ആവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? -∞ ടു 0 വരെ അല്ലെ. സീറോ ഉൾപ്പെടാൻ പറ്റില്ല, കാരണം സീറോ ഞാൻ പറഞ്ഞു ഉൾപ്പെടാൻ പറ്റില്ല എന്ന്. കാരണം എന്താണ്? 1/√ഓഫ് എന്നുള്ളതാണ്. അത് കാരണം നമുക്ക് സീറോ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്പൺ ഇന്റർവൽ -∞ 0 എന്നാണ് വന്നത്. ഇനി പ്ലസ് എക്സ് ആണ് വെച്ചെങ്കിൽ എന്താണ് വരിക? പ്ലസ് എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. സീറോ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല, നോട്ട് പോസിബിൾ. അപ്പൊ നമുക്ക് ഏതാണ് അതിന്റെ ഡൊമൈൻ ആയിട്ട് വരിക? ആകെ നമുക്ക് -∞ തൊട്ട് 0 വരെയുള്ള ഓപ്പൺ ഇന്റർവെൽ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. താങ്ക് യു.